തുടർച്ചയായി അടി കിട്ടിയാൽ ആരായാലും പാഠം പഠിക്കും, തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കും. അത്തരമൊരു തെറ്റുതിരുത്തലാണ് മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്ന മണിക്കൂറുകളിൽ നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയ ചാനലുകളുടെയൊക്കെ സ്ക്രീനിൽ കാണുന്നത്. BJP ജയിച്ചു എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ട് അർമാദി ചലറി വിളിക്കേണ്ടുന്ന മണിക്കൂറുകളിൽ റിപ്പബ്ലിക് TVയുടെ അർണാബ് ഗോസ്വാമിയും ടൈംസ് നൗവിൻ്റെ നവിക കുമാറും ഒക്കെ എന്തൊക്കെയോ വെടിവട്ടം പറഞ്ഞിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ദേശീയ ചാനലുകൾക്കൊന്നും, അതായത് അറിയപ്പെടുന്ന സംഗീത ചാനലുകൾക്ക് ഇത്തവണ എക്സിറ്റ് പോളുകളില്ല. മഹാരാഷ്ട്രയുടെയും ഝാർഖണ്ഡിൻ്റെയും ഫലങ്ങൾ പുറത്തുവിടാനുള്ള ജാള്യത അവരിലുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പും നൽകിയ വലിയ തിരിച്ചടി ഇവർക്കൊക്കെ പാഠമായിരിക്കുന്നു എന്ന് ചുരുക്കം. ചില ചാനലുകളും ചില സ്വതന്ത്ര ഏജൻസികളും പുറത്തുവിട്ടിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എടുത്തുവച്ച് പോൾ ഓഫ് പോൾസ് എന്ന കലാപരിപാടി നടത്തുകയാണ് ഇവരൊക്കെ. നേരത്തെ തന്നെ NDTV അവർ സ്വന്തമായി എക്സിറ്റ് പോളൊന്നും നടത്താറില്ല. അതിന് പകരം ഈ പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകൾ ചാനലുകൾ പുറത്തുവിടുന്നതും സ്വതന്ത്ര ഏജൻസികൾ പുറത്തുവിടുന്നതും ഒക്കെ എടുത്തുവച്ച് അതിൻ്റെ അവലോകനം നടത്തുകയും അതിൻ്റെ ശരാശരി പോൾ ഓഫ് പോൾസ് എന്ന് പറഞ്ഞ ഒരു ഫലമായി പുറത്തുവിടുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതേ രീതി ഇപ്പോൾ ഒട്ടുമിക്ക ദേശീയ ചാനലുകളും അനുവർത്തിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എക്സിറ്റ് പോളുകൾ നിരന്തരമായി തെറ്റിപ്പോകുന്നു എന്നത് തന്നെയാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രദീപ് ഗുപ്ത നയിക്കുന്ന ആക്സിസ് മൈ ഇന്ത്യ അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പിഴച്ചതോടുകൂടി അവരെ കൈയൊഴിഞ്ഞ ഇന്ത്യ ടുഡേയും ഈ പോൾ ഓഫ് പോൾ എന്ന് പറയുന്ന പരിപാടിയാണ് നടത്തുന്നത്. അവരും ഇങ്ങനെ ഡാറ്റ അവലോകനം മാത്രം നടത്തുകയാണ്. ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടാനുള്ള ആർജവവും ധൈര്യവും ഒട്ടുമിക്ക BJP അനുകൂല ദേശീയ ചാനലുകൾക്ക് പോലും ഇല്ലാതായിരിക്കുന്നു എന്ന് ചുരുക്കം. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ദേശീയ ദുരന്തം ഒഴിവായിരിക്കുന്നു. ഇതിൽ ടൈംസ് നൗവിലാണെങ്കിൽ ആ നവിക കുമാറൊക്കെ ഇരുന്ന് നമ്മുടെ സട്ടാ ബസാറുകളുടെ ട്രെൻഡിനെ അവലോകനം ചെയ്യുകയാണ്. ഫലോഡിയിലെ സട്ടാ മാർക്കറ്റ്, അതായത് വാതുവയ്പ്പുകാർ എങ്ങനെയാണ് സീറ്റുകൾ പ്രവചിക്കുന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട ദേശീയ ചാനലിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരകർ, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട അവതാരകർ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇരുന്ന് പറയുകയാണ്. എന്തൊരവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മണിക്കൂറുകൾ ഗുജറാത്തിലെ സട്ടാ ബസാറും രാജസ്ഥാനിലെ സട്ടാ ബസാറും മുംബൈയിലെ വാതുവയ്പ്പുകാരും ഒക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നത് എന്ന് അവരുടെ വിലപ്പെട്ട സമയം എടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിലെ പാനലിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ വിളിച്ചിരുത്തി ഇതാണ് പരിപാടി. ആർക്കും സ്വതന്ത്രമായി ഒരു എക്സിറ്റ് പോൾ നടത്തി അതിൻ്റെ ഫലം പുറത്തുവിടാനുള്ള ധൈര്യമില്ലാതായിരിക്കുന്നു എന്ന് ചുരുക്കം. ഒരിക്കൽ കൂടി ഈ കോമാളിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ജനങ്ങളുടെ മുന്നിൽ നാണം കെടാൻ വയ്യ എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്വതന്ത്ര ഏജൻസികൾ എന്ന് പറയുന്നത് പലരും പല അഭിപ്രായമാണ് പറയുന്നത്. ഈ ചാനലുകളിൽ ചില ചാനലുകളെങ്കിലും പുറത്തുവിട്ടിരിക്കുന്ന എക്സിറ്റ് പോളുകളിലും പല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ അവർ സ്വതന്ത്രമായി എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ ഝാർഖണ്ഡിൽ വലിയ വിജയം ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത്. പക്ഷേ മറ്റ് എക്സിറ്റ് പോളുകൾ പറയുന്നത് അങ്ങനെയല്ല. മഹാരാഷ്ട്രയിൽ ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടമെന്നാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചന നൽകുന്നത്. BJP സഖ്യത്തിന് ഒരു നേരിയ മുൻതൂക്കം അതിൽ ബഹുഭൂരിപക്ഷവും പ്രവചിക്കുന്നു. പക്ഷേ BJP മഹാഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന് പറയുന്നവരുമുണ്ട്. ഇന്ത്യ സഖ്യം 150-ലധികം സീറ്റുകൾ നേടി ഭരണത്തിലെത്തുമെന്ന് പറയുന്ന എക്സിറ്റ് പോളുകളുമുണ്ട്. അപ്പോൾ എക്സിറ്റ് പോളുകളുടെ ഒരു പൊതുസ്ഥിതി ഏകപക്ഷീയമായി ആരെങ്കിലും ഈ ഝാർഖണ്ഡിലോ മഹാരാഷ്ട്രയിലോ വിജയിക്കുമെന്ന തരത്തിലല്ല. അത്തരമൊരു പ്രവചനം നടത്താനുള്ള ധൈര്യം ഒരു കോണിൽ നിന്നും ആർക്കും ഉണ്ടാകുന്നില്ല. അതായത് ഏകസ്വരത്തിൽ പറയാൻ സാധിക്കുന്നില്ല. മത്സരം അത്രമേൽ കടുത്തതാണ് എന്ന് ചുരുക്കം. സത്യസന്ധമായുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടാൽ അത് പലരെയും പിണക്കുന്നതാകും എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടായിരിക്കണം ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നടത്തിയിട്ട് ഫേസ്ബുക്കിലായാലും ട്വിറ്ററിലായാലും യൂട്യൂബിൽ കൂടി ആയാലും ഒക്കെ ചെറിയ ചെറിയ ഏജൻസികളൊക്കെ നടത്തുന്ന സർവേകളെ എടുത്തു വെച്ച് അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെ എടുത്തു വെച്ച് ഇവരങ്ങ് ചർച്ച ചെയ്യുകയാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എക്സിറ്റ് പോളുകളെ ജനത്തിന് വിശ്വാസമില്ലാതായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഇവർക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ ആക്സിസ് മൈ ഇന്ത്യ അവരെ മുഖ്യധാര ചാനലുകൾ വേണ്ട എന്ന് വെച്ചതാണോ അതോ മുഖ്യധാര ചാനലുകളിലേക്ക് ഇനി ഇല്ല എന്ന് പ്രദീപ് ഗുപ്ത ചിന്തിച്ചതാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വതന്ത്രമായാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടത്. മറ്റാരുടെയും
പിന്തുണയോടുകൂടിയൊന്നുമല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത്. അങ്ങനെയുള്ളവർ അവരുടെ ആ മുഴുവൻ മാൻ പവറും ഉപയോഗിച്ച് ഡാറ്റാബേസുകൾ കളക്ട് ചെയ്ത് നേരത്തേതുപോലെയുള്ള ഒരു കഠിന പ്രയത്നം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ ചാനലുകളുടെയൊക്കെ ഭാഗമല്ലാതായി ഒരു എക്സിറ്റ് പോൾ നടത്തുന്നത് കൊണ്ട് കുറെ കൂടി സ്വതന്ത്രമായി അത് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹത്തിനും വലിയ ദുരന്തമാണല്ലോ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ചാനൽ മുറിയിലിരുന്ന് പൊട്ടിക്കരയുന്ന പ്രദീപ് ഗുപ്തയുടെ ചിത്രം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതൊരു വലിയ ആഘാതം അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയൊക്കെ സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്വതന്ത്രമായി പുറത്തുവിടുന്ന എക്സിറ്റ് പോളുകളെ എടുത്തു വച്ച് അതിൻ്റെയൊക്കെ ശരാശരി എടുത്ത് ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഈ സംഘി ദേശീയ ചാനലുകൾക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് പ്രധാനമായി ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടം. അത് ഈ പറയുന്ന അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്നത് ഇല്ലാതാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്രതീക്ഷിത ഇരുട്ടടി എന്നൊരു ചൊല്ലില്ലേ, അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം മഹാരാഷ്ട്രയിൽ BJPക്ക് സംഭവിച്ചിരിക്കുന്നത്. BJP അവരുടെ ദേശീയ പ്രസിഡൻ്റാകാൻ RSSൻ്റെ നോമിനിയായി കണ്ടുവച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രതീക്ഷകൾ തകിടം മറിയുന്ന കാഴ്ചയ്ക്ക് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. 5 കോടി രൂപയുമായി അതടങ്ങിയ ബാഗും അത് വിതരണം ചെയ്യാനുള്ള ആളുകളുടെ പേരുവിവരങ്ങളടങ്ങിയ ഡയറിയുമായി BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയെ, മഹാരാഷ്ട്രയിലെ ശ്രദ്ധേയനായ BJP നേതാവിനെ വിനോദ് താവ്ദെയെ, അവിടുത്തെ ബഹുജൻ വികാസ് അഗാഡിയുടെ MLA ആയ ഷിതിജ് ഠാക്കൂറും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്നൊരു ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചു. പണവുമായി കൈയോടെ പിടികൂടുക, ആ പണം പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ വാരി വിതറുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിലാകെ നിറയുകയാണ്. BJP എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് എന്നുള്ളതിന് കയ്യോടെ ഒരു തെളിവ് ഈ രാജ്യത്തിന് മുന്നിലേക്ക് നൽകിയിരിക്കുകയാണ് അവിടുത്തെ BVA എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ, അവിടുത്തെ MLA ആയ ഷിതിജ് ഠാക്കൂർ. യഥാർത്ഥത്തിൽ BJP JP നദ്ദയ്ക്ക് പിൻഗാമിയായി ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന വിനോദ് താവ്ഡെ. മഹാരാഷ്ട്രയിൽ നല്ല സ്വാധീനമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. RSSൻ്റെ നോമിനിയായി ഉയർന്നു വന്ന ഒരാൾ. മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്നു. പൊടുന്നനെ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിലെത്തിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ അടുത്ത ദേശീയ അധ്യക്ഷനാക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ താൻ ബംഗാരു ലക്ഷ്മണൻ്റെയൊക്കെ പിൻഗാമിയാകാൻ പരമയോഗ്യനാണ് എന്ന് തെളിയിക്കുകയാണ് ആ മനുഷ്യൻ ചെയ്തത്. കയ്യിൽ ഇത്രയും കാശുമായി നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറിയായ ഒരു BJP നേതാവ് ഒരു ഹോട്ടൽ മുറിയിലെത്തി കരുനീക്കങ്ങൾ നടത്തിയെങ്കിൽ ഡയറിയിൽ ഓരോ ഇടത്തും വിതരണം ചെയ്യേണ്ടുന്ന പണത്തിൻ്റെ വിവരങ്ങൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ BJP മഹാരാഷ്ട്രയിലാകെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പണം കൊണ്ട് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലായി മാറുകയാണത്.